ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയായി എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷവും കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രയേലും ഇറാനും. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തിരിച്ചടിക്കില്ല എന്നാണ് ഇറാന്റെ പ്രതികരണം. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. ഇസ്രയേലിലെ ബിർഷേബയിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. ടെഹ്റാൻ ലക്ഷ്യമിട്ട് ഇസ്രയേലും ആക്രമണം തുടരുകയാണ്. ആക്രമണത്തിൽ ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടു. ഖത്തറിലെയും ഇറാഖിലെയും വ്യോമത്താവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് വീണ്ടും ചേരുന്നു. ഒരു സംഘർഷ സാധ്യത ഇപ്പോഴും ഗൾഫ് നാടുകളിൽ നിലനിൽക്കുന്നു എന്നുള്ള പേടി നമ്മുടെ പ്രവാസികൾക്കുണ്ട്. പി ജെയിംസ്, പ്രത്യേകിച്ചും ഖത്തറിൻ്റെ ആകാശത്ത് ഈ ഇറാൻ അയച്ച മിസൈലുകളും അതുപോലെ ഡ്രോണും ഒക്കെ ചുറ്റിപ്പറ്റി ഇന്നലെ രാത്രി നടന്നതോടെ പ്രവാസികൾ കടുത്ത ആശങ്കയിലായി. ഖത്തറിൻ്റെ അടുത്തുള്ള രാജ്യങ്ങൾക്കും ഈ ആശങ്ക നിലനിൽക്കുന്നു. ബഹ്റൈനിൽ വരെ എന്താണ് സ്ഥിതി എന്ന് ചോദിച്ച് പ്രവാസികൾ നമുക്ക് കുറിപ്പുകൾ അയക്കുകയാണ്. വിവരങ്ങൾ SKN ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത അൽ ജസീറ അടക്കമുള്ള ഗൾഫിലെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരുന്ന ഒരു സമയം ടെഹ്റാൻ സമയം 4 മണി മോർണിംഗ് ആണ്. അതനുസരിച്ച് ഞങ്ങൾ ആദ്യം ഇറാൻ വെടിനിർത്തണമെന്നാണ് ട്രംപിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ പറഞ്ഞത്. അതനുസരിച്ച് ഞങ്ങൾ വെടിനിർത്തിയിരിക്കുന്നു എന്ന് വിദേശകാര്യമന്ത്രിയെ കോട്ട് ചെയ്ത് അവിടുത്തെ ഗൾഫ് ചാനലുകൾ പ്രത്യേകിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവവാസമുണ്ട്. അത് ശരിയാണെങ്കിൽ വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. പക്ഷെ അതിനിടയിലും SKN പറഞ്ഞ പോലെ ഇറാനും ഇസ്രായേലും തമ്മിൽ പരസ്പരം കടുംവെട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഫോർദോയിലേക്കുള്ള റോഡുകൾ മുഴുവൻ തകർത്ത് തരിപ്പണമായി. അവിടേക്ക് ആർക്കും കടക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല ഇറാൻ്റെ ഒരു ആണവ ശാസ്ത്രജ്ഞനെ കൂടി വധിച്ചിരിക്കുന്നു. മുഹമ്മദ് അസ്ക എന്ന് പറഞ്ഞ ഒരു ആണവ ശാസ്ത്രജ്ഞനെ കൂടി വധിച്ചിരിക്കുന്നു. ഇതിലൊക്കെ മൊത്തം കണക്കെടുത്ത 20-ലേറെ ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചു കഴിഞ്ഞു. നേരത്തെ 2020 ആണവശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഫക്രിസാദയെ ടെഹ്റാനിലെ കോൺവോയ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ വധിച്ചത്. അതിനു മുൻപാണ് ഖാസിം ഹുസൈനിയെ ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ അമേരിക്കൻ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഫസ്റ്റ് ടൈമിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരാനിരിക്കെ ഹുസൈനിയെ വധിച്ചത്. അതിന് പ്രതികാരമായിട്ടാണ് ഇറാഖ് താവളങ്ങളൊക്കെ ആക്രമിച്ചത്. ഇപ്പോഴും SKN ഇറാഖിലെ അമേരിക്കൻ താവളത്തിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ ഖത്തറിൽ അൽ ഉദൈദ താവളത്തിന് ആക്രമണം നടന്നതിൻ്റെ തൊട്ടു പിറകെ തന്നെ ഇറാഖിലെ അമേരിക്കയുടെ താവളത്തിന് നേരെ മിസൈലുകൾ അയച്ചിട്ടുണ്ട് ഇറാൻ. അപ്പോൾ 2 സ്ഥലത്താണ് ആക്രമണങ്ങൾ നടത്തിയത്. എന്തായാലും ഇത് പടർന്നു പിടിക്കില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യക്കാരും മലയാളികളും പേടിക്കേണ്ടതില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഇത് തീർക്കുന്നതിന് മുമ്പ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അടിയല്ലാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഉള്ളൊരു ആക്രമണം നടക്കുന്നില്ല. പ്രത്യേകിച്ച് എല്ലാവർക്കും ഈ യുദ്ധം നിർത്തണമെന്നാണ് ആഗ്രഹം. കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനയുടെ സൈനിക തലവന്മാരൊക്കെ കൊല്ലപ്പെട്ടു. അവരുടെ IRGCയുടെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ തലവൻ ഹൊസൈനി സലാമി, അതുപോലെ തന്നെ മുഹമ്മദ് ബഗേരി എന്ന ആംഡ് കരസേനാ മേധാവി അടക്കം ഏതാണ്ട് 10-18ഓളം സൈനിക കമാൻഡർമാരും ജനറൽമാരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവിടുത്തെ 2 പേരാണ് അവശേഷിക്കുന്ന പ്രധാനമായിട്ട്. അതിലെ പ്രധാന ആളായിട്ട് അറിയപ്പെടുന്നത് അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായിയാണ്. അദ്ദേഹം ബങ്കറിലാണ്, എവിടെ ഇരിക്കുന്നതെന്ന് പോലും അറിയില്ല. കാരണം മൊസാദിൻ്റെ ഏജന്റുമാർ, ഇറാനി ഏജന്റുമാർ ഇതെല്ലാം ചോർത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ അറിയാം ഇനി മുന്നോട്ട് കൊണ്ടുപോകും തോറും ഒരു ഭരണമാറ്റത്തിലേക്കുള്ളൊരു യുദ്ധം ഭരണമാറ്റത്തിലൊക്കെ ചെന്നെത്തും. അപ്പോൾ ഇവിടെ നിർത്തുന്നതാണ് നല്ലതെന്ന് ഇറാൻ അറിയാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ 2400 കോടിയാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ജനങ്ങൾ എല്ലാ ദിവസവും ബങ്കറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിലെ ജനങ്ങളോട് അവിടുത്തെ ഭരണകൂടം പറഞ്ഞത് 2 ആഴ്ച നിങ്ങൾ ക്ഷമിക്കുക, ബങ്കറിലൊക്കെ പോയി 2 ആഴ്ച നിങ്ങൾ ബുദ്ധിമുട്ടിക്കുള്ളൂ എന്ന് പറയും. ഇപ്പോൾ 12 ദിവസമായി SKN. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. അതുകൊണ്ട് ഇസ്രായേലിനും യുദ്ധം നിർത്തണം. 2400 വെച്ച് 10 ദിവസം പൊട്ടിച്ചാൽ തന്നെ എത്രയായി? ഏതാണ്ട് 22,400 കോടി ിലേക്ക് എത്തുക. അപ്പോൾ അത് വരുമ്പോൾ ഒരു രാജ്യത്തിനൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്പെൻഡിങ് ആണ്. ഒരു സ്ഥലത്തല്ല, 20 മാസമായി ഗസയിൽ, ലെബനനിൽ ഹൂതികൾക്കെതിരെ, സിറിയയിൽ, ഇതിന് കൂടാതെയാണ് ഇപ്പോൾ ഇറാനിൽ. ഒരു രാജ്യം 94 ലക്ഷം പേര് മാത്രം, കേരളത്തിൻ്റെ 1/3 മാത്രം ജനസംഖ്യയുള്ള ചെറിയൊരു രാജ്യമായി ഇസ്രായേലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അമേരിക്കയുടെ പിന്തുണയിലാണ് ഈ അടി മുഴുവൻ. അമേരിക്കയ്ക്കും അതുകൊണ്ട് നിർബന്ധിക്കാൻ പറ്റും.
ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് നാറ്റോയുടെ 32 രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുകയാണ്. ട്രംപിന് നാറ്റോ സഖ്യത്തിന് മുമ്പിൽ എന്ത് പറയാൻ സാധിക്കും? നാറ്റോയോട് പറയാൻ പറ്റണം, ഞാൻ മുന്നിൽ നിൽക്കുന്നില്ല, ഞങ്ങളുടെ അടി കഴിഞ്ഞു, ഞങ്ങൾ പിൻവാങ്ങുകയാണ് എന്ന് പറയണം, ഞാൻ വെടി നിർത്തിയെന്ന് അവകാശപ്പെടണം. അതുകൊണ്ട് തന്നെ ട്രംപ് യാചിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്. ഇറാൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇനി യുദ്ധത്തിനില്ല, നിങ്ങളത് നിർത്തണം എന്ന് യാചിച്ചു. ഒരുപക്ഷെ ട്രംപിൻ്റെ മനസ്സിൽ ഈ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതുപോലെ ഒരു നൊബേൽ സമ്മാനം സമാധാനത്തിന് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അത് ഇപ്പം തന്നെ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ഞാനാണെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ യുദ്ധം നിർത്തുകയും ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും ഉക്രൈൻ യുദ്ധം കൂടി നിർത്തിയാൽ എല്ലാ യുദ്ധങ്ങളും ഞാൻ തന്നെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഞാൻ തന്നെ നിർത്തിയെന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. ഒരുപക്ഷെ യുക്രൈൻ യുദ്ധം ട്രംപിൻ്റെ കാലത്തല്ല ആരംഭിച്ചത്, മറ്റ് പല യുദ്ധങ്ങളും ട്രംപിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഒരു നൊബേൽ സമാധാന സമ്മാനം പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാം വരവിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം നിർത്തിയെന്ന് ആദ്യം അവകാശപ്പെടുന്ന ട്രംപാണ്. ട്രംപ് പറഞ്ഞതിന് ശേഷമാണ് മറ്റ് രാജ്യങ്ങൾ രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ SKN ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇതിൽ ആദ്യമായി ട്രംപാണ് വെടിനിർത്തലിന് ധാരണയായി എന്ന് പറഞ്ഞത്. ഇന്ത്യക്ക് തള്ളി പറയേണ്ടി വന്നു. മധ്യസ്ഥത പാകിസ്ഥാനുമായി സംസാരിച്ചാണ്, പാകിസ്ഥാൻ്റെ മിലിറ്ററിയും ഇന്ത്യയുടെ മിലിറ്ററിയും തമ്മിൽ സംസാരിച്ചാണ് വെടിനിർത്തൽ ഉണ്ടായത്. പക്ഷേ പാകിസ്ഥാൻ ആ ക്രെഡിറ്റ് കൊണ്ടുപോയി ട്രംപിന് കൊടുത്തു. ഇത് മാത്രമല്ല, ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് അവർ ശുപാർശ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത കൂടി വന്നിരിക്കുന്നു. അപ്പോൾ ട്രംപിൻ്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഇതൊക്കെ ഉണ്ടാവാം. എന്തായാലും ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇതിന് വഴി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1, 2, 3 തവണയും കൂടി ചിലപ്പോൾ അവരടിച്ചു എന്ന് വരാം. പക്ഷേ അതിനപ്പുറത്തേക്ക് സാധ്യതയില്ല. ഇപ്പോൾ ഇറാൻ നിർത്തിയ സാഹചര്യത്തിൽ ഇസ്രായേലും നിർത്താനാണ് സാധ്യത. അങ്ങനെ വന്നാൽ യുദ്ധം തീരും. എണ്ണയുടെ വില ഇപ്പോൾ തന്നെ 4% കൂടിയിട്ടുണ്ട്, കുത്തനെ കൂടാനിരിക്കുകയായിരുന്നു. ഒരു വലിയ സന്തോഷ വാർത്തയുള്ള SKN മറ്റേ ഖത്തർ ഒഴികെയുള്ള പ്രധാനപ്പെട്ട എയർലൈൻസ് മുഴുവൻ അവരുടെ യാത്ര പുനരാരംഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിപണി ഉയരുന്നു. 800 സെൻസെക്സിലൊക്കെ 800 പോയിന്റ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് വിപണി തിരിച്ചു വരുന്നു. പെട്രോൾ ഡീസൽ വില ഇനി കൂടുന്നില്ല. അപ്പോൾ ഒരു പ്രഖ്യാപനം തന്നെ വലിയ ദുരന്തത്തിലേക്ക് പോകാവുന്ന തരത്തിലേക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് തൽക്കാലം കാര്യങ്ങൾ കെട്ടടങ്ങുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, കാര്യങ്ങൾ തീരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN. താങ്ക് യു VP ജെയിംസ്. ഇനി ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് കൂടി ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ പ്രവാസികൾക്ക് ഇടയിൽ പരക്കുകയായിരുന്ന ആശങ്കയ്ക്ക് അറുതിയായോ? പ്രത്യേകിച്ച് വിമാനങ്ങളൊക്കെ VP ജെയിംസ് അഭിപ്രായപ്പെട്ടതിൽ സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ എന്താണ് പൊതുവെ ഗൾഫ് നാടുകളെ സ്ഥിതി? ദുബായ് കേന്ദ്രമാക്കി നമ്മൾ പ്രവർത്തിക്കുന്ന ബ്യൂറോയിൽ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ രാത്രി മുഴുവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസികൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനായി പ്രവാസികൾ എല്ലാം തന്നെ നമ്മളോട് ഉൾപ്പെടെ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു ആശങ്കയ്ക്ക് വിരാമമായിട്ടുണ്ട്. മേഖലയിൽ തന്നെ സമാധാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ വലിയ തോതിൽ തന്നെ വരുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രശ്നം തുടങ്ങിയ ദിവസം മുതൽ തന്നെ ഈ പ്രശ്നത്തെ അവസാനിപ്പിക്കണമെന്നും ഗൾഫ് മേഖലയുടെ മുഴുവൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ഇതിനായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളിലേക്കും എല്ലാവരും പോകണമെന്നും പറഞ്ഞ് ഇതിനായി മുന്നോട്ട് വരികയും ചെയ്യുകയായിരുന്നു UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ. സ്ഥിതിഗതികൾ ഓരോ ദിവസവും മോശമാകുന്നത് തടയാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളിലേക്കും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ ഇവരുടെ എല്ലാവരുടെയും സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ വിജയം കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പരസ്പര ചർച്ചകളിലൂടെയും അതുപോലെ തന്നെ നയതന്ത്ര മേഖലയിലുള്ള സംഭാഷണങ്ങളുടെയും എല്ലാവരും ഈ ഒരു തർക്കം പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്ന് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം UAE ഭരണാധികാരികൾ തന്നെ ഇതിന് നേതൃത്വം നൽകുകയും ഖത്തർ അമീർ, അതോടൊപ്പം തന്നെ സൗദി ഭരണാധികാരി, കുവൈറ്റ് ഭരണാധികാരി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള ഭരണാധികാരികൾ എല്ലാവരുമായി കൂടിയാലോചന നടത്തുകയും നേരിട്ട് ടെലിഫോണിലടക്കം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വിഷയങ്ങളിലെ ആശങ്ക കൃത്യമായി തന്നെ ഈ രാജ്യങ്ങളെല്ലാം ഉയർത്തിയിരുന്നു. ഇത് കൃത്യമായി തന്നെ നടപടിയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന് തന്നെയാണ് മേഖലയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്.